6 രസങ്ങളും വേണ്ട രീതിയിൽ യോജിച്ചു വരുന്ന ഒരു വിഭവമാണ് മാമ്പഴപ്പുളിശ്ശേരി. തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ എന്ന് മലയാളക്കരയെ ഒരു കഥ പറഞ്ഞ് കരയിച്ച വൈലോപ്പിള്ളിയെ ഓർക്കാതെ എന്തു മാമ്പഴം, എന്തു മാമ്പഴപ്പുളിശ്ശേരി. ഇവിടുത്തെ കുട്ടികൾ ഇവിടില്ല, അയലത്തെങ്ങും കുട്ടികളില്ല. മലയാളത്തിലെ മാഞ്ചോടുകളിലെങ്ങും കളിവീടുകൾ ഉണ്ടാക്കാൻ കുട്ടികളില്ല. ഇവിടുത്തെ കുട്ടികളും അയലത്തെ കുട്ടികളും അകലത്തെ പഠന കേന്ദ്രങ്ങളിൽ, മലയാളക്കരയിലെ കുട്ടികളെല്ലാം പഠന കേന്ദ്രങ്ങളിൽ. കാറ്റേ വാ കാറ്റേ വന്നൊരു മാമ്പഴം വീഴ്ത്തിത്താ വീഴ്ത്തിത്താ. ഇത് സൗഗന്ധിക സ്വർണപ്പഴമല്ലടാ, തങ്കപ്പഴമാ, തനി തങ്കപ്പഴം, സൗഗന്ധിക തങ്കപ്പഴം എന്ന് ഓരോരോ മാമ്പഴത്തിൻ്റെയും തൊലിയുരിഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയാതെ പറയുന്നു. ഇത്രയധികം മാമ്പഴമില്ലാത്ത കാലത്താണെങ്കിൽ ഈ ഉരിഞ്ഞു കളയുന്ന തൊലി ഞെരിച്ചു പിഴിഞ്ഞ് മൊത്തം മാമ്പഴച്ചാർ ഊറ്റിയെടുത്തേനെ മുത്തശ്ശി. ചട്ടി അടുപ്പത്ത് വെച്ച് 1/2 ഗ്ലാസ് വെള്ളമൊഴിക്കുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഈ വെള്ളത്തിലേക്ക് ഇടണം. ലേശം വെളിച്ചെണ്ണ ഇറ്റിച്ചാൽ മാമ്പഴം ചട്ടിയിലൊട്ടാതിരിക്കും, തിളച്ച് തൂവാതിരിക്കും. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കണം. തിളച്ച മിശ്രിതത്തിലേക്ക് മാമ്പഴങ്ങൾ ഒന്നൊന്നായി ഇടണം. വീണ്ടും അടയ്ക്കുന്നതോടൊപ്പം തീ കുറയ്ക്കണം. ചെറുതീയിൽ സാവകാശം തിളച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിക്കകത്ത് പലതരം കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇടപെടണ്ട, ആരും അത് നോക്കിയിരിക്കണ്ട. ആ നേരത്ത് പോയി തേങ്ങ അരയ്ക്കാം. ജീരകം ആദ്യം അരച്ചിട്ട് തേങ്ങ നല്ല നേർമയായി അരയ്ക്കണം. ഈ മാമ്പഴങ്ങൾക്ക് നല്ല മധുരമാണ്. അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തേനെ. ഇനി ചട്ടി തുറന്ന് അതിലെന്തൊക്കെ സംഭവിച്ചെന്ന് നോക്കാം. ഉള്ളു നൊന്ത് വെന്ത് കിടക്കുന്നു പാവം മാമ്പഴങ്ങൾ. പുളിശ്ശേരിയുടെ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിക്കണം. കൂടെ 1/2 സ്പൂൺ ഉലുവ പൊടിച്ചതും ഇടണം. മാമ്പഴപ്പുളിശ്ശേരിക്ക് മധുരം ഉണ്ടായിരിക്കണം, എരിവും പുളിയും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരിക്കണം. പാകത്തിന് ഉപ്പും മേമ്പൊടിക്ക് ഉലുവയുടെ കയ്പും ചവർപ്പും, ചുരുക്കത്തിൽ 6 രസങ്ങളും വേണ്ട രീതിയിൽ യോജിച്ചു വരുന്ന ഒരു വിഭവമാണ് മാമ്പഴപ്പുളിശ്ശേരി. വീണ്ടും അടച്ച് തിളപ്പിക്കണം. അടുത്ത തുറക്കൽ മോര് ചേർക്കാനാണ്. കടഞ്ഞെടുത്ത തൈരിൽ നിന്ന് വെണ്ണ മാറ്റി ഈ വെണ്ണ ഉരുക്കി ഇതിന് കടുക് വറക്കാനുള്ള നെയ്യാക്കാം. പാകത്തിന് പുളിച്ച കട്ടിമോരാണ് ഇന്നുണ്ടാക്കിയത്. മോര് ചേർത്തിളക്കി വാങ്ങി ചീനച്ചട്ടി വെച്ചു, നെയ്യൊഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, ഉലുവ ചേർത്തു, ഉണക്കമുളക് നുറുക്കും കറിവേപ്പിലയും ഇട്ടു മൂപ്പിച്ചു വാങ്ങി. മാമ്പഴക്കറിയിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ചു. അപ്പോഴും അണിയറയിൽ അന്തർനാടകങ്ങൾ നടത്തുകയാവും മാമ്പഴവും കൂട്ടരും. തുറന്നപ്പോൾ അവിശ്വസനീയമായ ഗന്ധം വീശിക്കൊണ്ട് സൗഗന്ധിക സ്വർണ്ണ മാമ്പഴപ്പുളിശ്ശേരി. ചോറെടുക്കാതെ വയ്യ. അവിയലും മസാല പെരളൻ ചക്കക്കുരുവും പാവയ്ക്ക വറ്റലും ചുറ്റും നിരത്തി മാമ്പഴപ്പുളിശ്ശേരി ചാർത്തി ഊണു തയ്യാർ. ഉണ്ണാൻ ആളുകളെത്തി. ഒറ്റ ഞൊടിയിടയ്ക്കുള്ളിൽ അവർ വച്ച നിവേദ്യം കഴിച്ചു.